അത് കളി കാര്യമാവെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമായതാണ്. അപ്പോൾ എന്തായാലും ഈ നടി അത് മാപ്പാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നടി മാപ്പാക്കണം എന്ന് പറയുമ്പോൾ ചേട്ടൻ ഇത് തെറ്റാണ് ചെയ്തത് ബോച്ച എന്ന് അംഗീകരിക്കുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. തെറ്റാണ്, ബോഡി ഷെയ്മിങ് എന്തായാലും ചെയ്യാൻ പാടില്ല. പക്ഷെ പുള്ളി അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറയുന്നത്. ഷെയ്മിങ്ങിലേക്ക് പോകത്തില്ല ഈ വിഷയം. ഡ്രസ്സിങ്ങിൻ്റെ രൂപത്തിലൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കുഞ്ചിദേവി എന്നുള്ളൊരു വിഷയമാണ് എടുത്തിട്ടത്. അത് ശാരീരികമായി വരുമ്പോൾ അത് ബോഡി ഷെയ്മിങ് മാത്രമല്ലാതെ അതിലൊരു സെക്ഷൽ അങ്ങനെ ഒന്നും ഞാൻ കൂടി അതിൽ വരുന്നില്ലേ? ഡബിൾ മീനിങ് ആയുള്ളൊരു ഡബിൾ മീനിങ് കാണുന്നത് നമ്മൾ അങ്ങനെ എല്ലാ വേർഡും അങ്ങനെ കണ്ടതുകൊണ്ടാണ്. നമുക്കൊരു ഒരു ഒരു വേർഡിൽ പല അർത്ഥങ്ങളുണ്ടല്ലോ. ആ പല അർത്ഥങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ എല്ലാവരും കാണുന്നത്. പക്ഷേ അതിന് നിയമവശം കേസ് എടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യത്തിൽ അത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആളുകളെ കമൻറ്റിലൂടെ പല തെറി അഭിഷേകങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് പച്ചതെറി, അതായത് ഇതുപോലൊന്നുമല്ല, നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു അറസ്റ്റോടു കൂടി പഠിക്കാനൊന്നും നല്ലതാണ്. എന്തായാലും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ശിക്ഷിച്ചല്ലോ ഇപ്പോൾ. അപ്പോൾ ഇത് ശിക്ഷിക്കപ്പെടാനുള്ള അത്ര വലിയ കാരണം ഇല്ല എന്നാണ് പറയുന്നത്? അതല്ല, ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പാഠം. നമ്മൾ ആരും അറിയില്ല ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരാൾക്കും ധാരണ ഇല്ല. ഒന്നാമത്തെ അതിൻ്റെ ഒരു പുറത്ത് കുറേ ആളുകൾ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു പാഠം കോടതിയിൽ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോച്ചയിലൂടെ ഇതൊരു പാഠമാക്കി മാറ്റാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ബോച്ച അത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ആവർത്തിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ബോച്ചയും ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്? അതെ, തീർച്ചയായിട്ടും ബോച്ച ഇനി ആവർത്തിക്കാൻ പാടില്ല. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ. നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ കഥയൊക്കെ നമുക്കറിയാലോ. അദ്ദേഹമൊക്കെ ഉണ്ടായ ഓരോ സംഭവങ്ങൾ, ആ ബിസിനസ് വരെ പൊട്ടിപ്പോയി. ഇത്തരത്തിലുള്ള വലിയൊരു ബിസിനസ് മാനാണ് നമ്മളില്ലാതെ. കിറ്റക്സിൻ്റെ അവസ്ഥ നമുക്കറിയാം. കിറ്റക്സ് മറ്റ് തെലങ്കാനയിൽ പോയിട്ട് ഇപ്പോൾ നല്ല സക്സസ് ആണെന്നാണ് വാർത്തകൾ കണ്ടത്. അപ്പോൾ അതുപോലെയുള്ള ബിസിനസ്മാൻമാരെ ഇവിടുന്ന് ആട്ടിപ്പായിപ്പിക്കാതെ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി മാപ്പ് കൊടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. നടിയോട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മാപ്പ് പറയുന്നതിനോട് താങ്കളുടെ അഭിപ്രായം? നടിയോട് അങ്ങോട്ടോ? തീർച്ചയായിട്ടും പറയണം. തെറ്റുണ്ടെങ്കിൽ എന്തായാലും മാപ്പ് പറയണം എന്നാണ് പറയുന്നത്. ബോച്ചയായിട്ട് ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടോ? ബോച്ചയെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കൂടുതലൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നൊരു പ്രോഗ്രാമിൻ്റെ കീഴിൽ 1000 ഏക്കർ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഫോട്ടോ അടിക്കാനോ സെൽഫി അടിക്കാനോ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. ആളുടെ ആരാധകനായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വേഷം? ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതിന് മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു രൂപസാദൃശ്യം ഉണ്ട് എന്നുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ചെയ്തു. അത് സക്സസ് ആയി. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ അദ്ദേഹം ഒരു രസികനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ചൂടാവുന്നതോ ദേഷ്യപ്പെടുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതൊന്നും മനസ്സിൽ വെക്കാത്ത രീതിയിൽ അങ്ങനൊന്നും പോയതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളി കാര്യമായി പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോടതി അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ശിക്ഷയും കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ജയിലിൽ 3 വർഷമൊന്നും ഇടാതെ ഇരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു. ബോച്ചനെ ആരെങ്കിലും കുടുക്കിയതാണോ എന്ന് സംശയമുണ്ടോ? ഇല്ല, കുടുക്കിയതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കിട്ടിയതാണ്. അതെ, കുടിക്കതല്ല. പക്ഷെ അത് പുള്ളി കാര്യമാക്കിയിട്ട് പറഞ്ഞതൊന്നുമല്ല. പുള്ളിയൊരു ഇതിങ്ങനെ ആവുന്നുള്ളൊരു ചിന്തയിൽ ചെയ്തൊന്നുമില്ല. ജനങ്ങളെ കൂടുതലും ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും കൂടുതലും രസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോമഡിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഇത്ര മനസ്സാണ് പുള്ളിക്കുള്ളത്.